ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതക കേസിലെ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം. കൊൽക്കത്ത സീൽഡ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. കൊലപാതകം, ബലാത്സംഗം, മരണകാരണമായ ആക്രമണം തുടങ്ങിയ കുറ്റങ്ങളിലാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത്. പ്രതി ജീവിതകാലം മുഴുവൻ ജയിലിൽ തുടരണം. കൂടാതെ 50,000 രൂപ പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. പാറശാല ഷാരോൺ വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. വധശിക്ഷയ്ക്കൊപ്പം 2 ലക്ഷം രൂപ പിഴയും ഗ്രീഷ്മയ്ക്ക് കോടതി വിധിച്ചു. ഗ്രീഷ്മയുടെ അമ്മാവനും കേസിൽ മൂന്നാം പ്രതിയുമായ നിർമ്മൽ കുമാറിന് 3 വർഷം തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വിധി കേട്ട് ഷാരോണിന്റെ കുടുംബം കോടതിക്കകത്തിരുന്ന് പൊട്ടിക്കരഞ്ഞു. മലപ്പുറത്ത് നിറത്തിന്റെ പേരിൽ അവഹേളിച്ചതിൽ മനം നൊന്ത് നവവധു ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് അബ്ദുൾ വാഹിദ് അറസ്റ്റിൽ. വിദേശത്ത് നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിയപ്പോഴാണ് അറസ്റ്റിലായത്. കൊണ്ടോട്ടി സ്വദേശിനി ഷഹന മുംതാസാണ് ഭർത്താവിന്റെ മാനസിക പീഡനത്തിന് പിന്നാലെ ആത്മഹത്യ ചെയ്തത്. നിറത്തിന്റെ പേരിൽ ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നവജാത ശിശുവിന്റെ തുടയിൽ നിന്ന് വാക്സിനേഷൻ എടുക്കാൻ ഉപയോഗിച്ച സൂചി കണ്ടെത്തി. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനെതിരെയാണ് ചികിത്സാ പിഴവ് പരാതി ഉയർന്നത്. മറ്റൊരു ആശുപത്രിയിലെ ചികിത്സക്കിടെയാണ് കുഞ്ഞിന്റെ തുടയിൽ നിന്ന് സൂചി കണ്ടെത്തുന്നത്. സംഭവത്തിൽ കുഞ്ഞിന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ലഹരിക്കടിമയായ മകന്റെ ക്രൂരമർദ്ദനത്തിനിരയായ പിതാവ് ചികിത്സയിലിരിക്കെ മരിച്ചു. കിളിമാനൂർ പെരുന്തന്മൺ സ്വദേശി ഹരികുമാറാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു ഹരികുമാറിന്റെ അന്ത്യം. ലഹരി ഉപയോഗിച്ച് വന്ന മകൻ ആദിത്യൻ ജനുവരി 15-നാണ് ഹരികുമാറിനെ ക്രൂരമായി മർദ്ദിച്ചത്. മുഖത്തും തലയ്ക്കുമാണ് ഹരികുമാറിന് പരിക്കേറ്റത്. അന്നുതന്നെ ഹരികുമാറിനെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. DCC ട്രഷറർ NM വിജയൻ ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാക്കൾ ചോദ്യം ചെയ്യലിന് ഹാജരായി. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവരാണ് ഹാജരായത്. സുൽത്താൻ ബത്തേരിയിലെ DYSP ഓഫീസിലാണ് ഇരുവരും ഹാജരായത്. വിമാനത്താവളത്തിന് വേണ്ടിയുള്ള കുടിയൊഴിപ്പിക്കലിനെതിരെ ജനങ്ങൾ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായി നടൻ വിജയ് പരന്തൂരിലെത്തി. തന്റെ രാഷ്ട്രീയ യാത്ര പരന്തൂരിലെ ജനങ്ങളുടെ ആശീർവാദത്തോടെ ആരംഭിക്കുകയാണെന്ന് പറഞ്ഞ വിജയ് തമിഴക വെട്രിക്കഴകം വിമാനത്താവള പദ്ധതിക്കെതിരെ നിയമപോരാട്ടത്തിന് ഒരുങ്ങുമെന്നും അറിയിച്ചു. 47ാമത് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് അധികാരമേൽക്കും. ഇന്ത്യൻ സമയം രാത്രി 10:30 വാഷിംഗ്ടൺ DC-യിലെ ക്യാപിറ്റോൾ മന്ദിരത്തിലാണ് ട്രംപിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടക്കുക. ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ട രാഷ്ട്രീയ തലവന്മാർ അടക്കമുള്ള അതിഥികൾ ഇതിനോടകം തന്നെ വാഷിംഗ്ടണിൽ എത്തിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കില്ല. പകരം വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ഇന്ത്യൻ വ്യവസായ പ്രമുഖൻ മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും ചടങ്ങിനെത്തും. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ഖത്തറിന് നന്ദി പറഞ്ഞ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ. മധ്യസ്ഥ ചർച്ചയ്ക്ക് ഖത്തർ നിർണായക പങ്കുവഹിച്ചെന്നും ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി. ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ബ്ലിങ്കൻ ഖത്തറിന് നന്ദി അറിയിച്ചു. സമാധാനം നിലനിർത്തുന്നതിന് ഇനിയും ഖത്തറിന്റെ ഭാഗത്തു നിന്നും നിരന്തരം ശ്രമം ഉണ്ടാകണമെന്നും ആന്റണി ബ്ലിങ്കൻ അഭ്യർത്ഥിച്ചു. ദോഹയിൽ നടന്ന മധ്യസ്ഥ ചർച്ചയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇടയാക്കിയത്.